മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് മാർക്കറ്റ് വാല്യൂ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലബ്ബ്. ലെഗസിയുടെ കാര്യം ഞാൻ പറയാത്തത് അതിനകത്ത് ഒരുപാട് കറപ്റ്റഡ് ആയിട്ടുള്ള സംഗതികൾ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ പൈസയുണ്ട്, കിരീടങ്ങളുണ്ട്, കുറെ അധികം ഫാൻസ് ഉണ്ട്, എല്ലാം സത്യമാണ്. പക്ഷെ ഇത്രയൊക്കെ തെണ്ടിത്തരം കാണിക്കുന്ന ഒരു ക്ലബ്ബ് വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അൻവർ അലിയെ പോലെ ഒരു എക്സ്ട്രീം പൊട്ടൻഷ്യൽ പ്ലെയറിനെ അവന്മാർ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് റിസർവ് ടീമിനെ പങ്കെടുപ്പിക്കുമെന്ന് പറഞ്ഞ റിസർവ് ടീമിനെ പങ്കെടുപ്പിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ച കൊൽക്കത്ത ഫുട്ബോൾ ലീഗിലേക്ക്. അപ്പം CFL-ലേക്ക് അൻവർ അലിയെ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ പരം അപമാനമൊന്നും അൻവർ അലിക്ക് വരെ വരാനില്ല. അതവിടെ നിൽക്കട്ടെ. അതുകൂടാതെ പുള്ളിയെടുത്ത് 19-ാം തീയതി ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യാനും ഒഫീഷ്യൽ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ അധികൃതർ ഇത്തവണ അൻവർ അലിയുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. PSC-യുടെ അപ്രൂവൽ കിട്ടാതെ ഈ ഒരു രജിസ്ട്രേഷൻ പോസിബിൾ ആവില്ല. കൊൽക്കത്ത ഫുട്ബോൾ ലീഗിലേക്ക് അൻവർ അലിയെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ അപ്രൂവൽ കിട്ടണം. അൻവർ അലിയുടെ കാര്യത്തിൽ ഇതുവരെയും അത് കിട്ടിയിട്ടില്ല. അൻവർ അലി ഈസ്റ്റ് ബംഗാളിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ട് ആവശ്യം അറിയിച്ചിട്ടുണ്ട്. അപ്പം പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ ഫൈനൽ അപ്രൂവൽ കിട്ടാതെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് കൊൽക്കത്ത ഫുട്ബോൾ ലീഗിലേക്ക് അൻവർ അലി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞ് കുറേ ആളുകൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ സ്വപ്നത്തിലാണ്, ആഗ്രഹം സ്വപ്നത്തിലല്ല, അവരതിന് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അവരുടെ ആഗ്രഹവും അങ്ങനെ തന്നെയാണ്. പക്ഷേ പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ അപ്രൂവൽ കിട്ടാതെ ആ ഒരു രജിസ്ട്രേഷൻ നടക്കില്ല.